യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. നമ്മുടെ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണിത്. നിനക്ക് ചുറ്റുമുള്ള എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാലും നിന്നോട് കാരുണ്യമുള്ള കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും നിന്നോടുള്ള എൻ്റെ അഗാധമായ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. ഞാൻ നീയുമായി ഉണ്ടാക്കിയിരിക്കുന്ന സമാധാനത്തിൻ്റെ ഉടമ്പടി ഒരിക്കലും മാറ്റം വരികയുമില്ല. ലോകം പറയുന്നത് പോലെയല്ല ദൈവമായ കർത്താവ് ശക്തമായ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്നും വിട്ടുമാറുകയില്ല. അതുകൊണ്ടാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നാൽ പോലും സ്നേഹനിധിയായ കർത്താവ് നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി വീണ്ടും നിൽക്കുന്നത്. ആ സ്നേഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവം നമ്മുടെ മക്കളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന്, പരിപാലിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം നമ്മളെ കൈപിടിച്ചുയർത്തിയതിന്, എഴുന്നേൽപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവസ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ ഒരുക്കിയതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാക്കിയതിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം തൻ്റേതായി സ്വീകരിക്കുന്നതിന് ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ആ മക്കളെ ചേർത്ത് വയ്ക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.